ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് കണ്ടാലോ. അങ്ങനെ ഞാൻ ഒരു നീണ്ട ലീവും കഴിഞ്ഞ് ഞാൻ നേരെ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പിന്നെ പനി പിടിച്ചു. അങ്ങനെ പനിയുടെ ഒരു നീണ്ട റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ഞാനൊരു 6:30 റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. പക്ഷെ കട്ട പോസ്റ്റായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് കൂട്ടായിട്ടാണ് തോന്നുന്നത്. ആ ചിത്രശലവും കൂടെ എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട്. രാവിലെ 7 മണിക്കാണ് നേത്രാവതി, പക്ഷെ 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്ക് വെയിറ്റ് ചെയ്തല്ലേ പറ്റും. അങ്ങനെ നല്ല തകർത്തൊരു മഴയൊക്കെ പെയ്തു തുടങ്ങി. മഴ അങ്ങ് കുറയുന്ന ഒരു ലക്ഷണവുമില്ല. അവസാനം എൻ്റെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറിയായിരുന്നു. എൻ്റെ അടുത്തുള്ള സീറ്റിലൊന്നും ആൾക്കാർ വന്നിട്ടില്ല. റിസർവേഷൻ കോച്ചായതുകൊണ്ട് എല്ലാവരും കണ്ണൂരിന്നും കോഴിക്കോടുനിന്നും അങ്ങനെയൊക്കെയാണ് കയറുന്നതാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. എൻ്റെ കട്ട മടുപ്പാണ്, കട്ട പോസ്റ്റായിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ +2 ഒക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇനി നെക്സ്റ്റ് കോളേജ് പോകുമ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള കോളേജ് തിരഞ്ഞെടുക്കണമെന്ന്. അതുപോലെ തന്നെയായിരുന്നു ഞാനൊരു 2 hours ഡിസ്റ്റൻസിലുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു, ഒരു ലോങ് ഡിസ്റ്റൻസിലെ വ്യക്തിനെ കണ്ടെത്തിയിട്ട് മാരേജ് ചെയ്യണം. അങ്ങനെ ഞാൻ തേടി കണ്ടുപിടിച്ചൊരു മഹാനാണ് എൻ്റെ കൂടെയുള്ളത്, അഖിലിൻ്റെ വീട് ആലപ്പുഴ, എൻ്റെ വീട് കാസർഗോഡ്. നമ്മളൊരു 9 hours ഡിസ്റ്റൻസിലാണ് നമ്മൾ രണ്ടാളെ വീടുള്ളത്. പിന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല. പിന്നെ ട്രെയിനും ഒന്നും ഞാൻ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. അപ്പം നല്ല വിശപ്പ് വന്നപ്പം ഞാൻ എന്തൊക്കെ സിക്കിന്ന് ഒരു ചിക്കൻ്റെ സലാഡും റൊട്ടിയും കൂടി ഓർഡർ ചെയ്ത്. അപ്പം എനിക്ക് ചട്ടൻ പീസിൻ്റെ ബ്ലോഗ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടീമിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ബ്ലോഗൊക്കെ കണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലക്ഷ്യം എന്താ, ഉറങ്ങുക, നല്ലൊരു ഉറക്കം പാസ്സാക്കുക. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി. പിന്നീട് എനിക്ക് നല്ല ഉറക്കമൊക്കെ വന്നപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ എഴുന്നേറ്റ് പിന്നെ കുറച്ച് സമയം വിൻഡോൻ്റെ സൈഡിൽ ഇരുന്ന് ഞാൻ പുറത്തുള്ള കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ ടൈമിൽ തന്നെ നമ്മൾ ഏതാണ്ടൊരു ചേർത്തല എത്താറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എനിക്ക് വിൻഡോ സൈഡിലെ സീറ്റും അതുപോലെ തന്നെ മ്യൂസിക്കും, ഇത് രണ്ടും മസ്റ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മ്യൂസിക് കേൾക്കുന്നത് ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഞാൻ ആലപ്പുഴയിലെത്തി. ആലപ്പുഴ സ്റ്റേഷനിൽ അഖിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 1 month ഗ്യാപ്പിൽ നമ്മൾ കാണുമ്പോൾ യാതൊരു മൈൻഡും അഖിലിൻ്റെ ഫേസിൽ കാണാനില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഞാൻ നേരെ ഫ്രഷ് ആകാൻ പോയി. ഞാൻ എവിടെ പോയി വന്നു കഴിഞ്ഞാലും എവിടെ യാത്ര പോയി കഴിഞ്ഞാലും നേരെ ആദ്യം ഫസ്റ്റ് ഫ്രഷ് ആകും. അതിന് ശേഷം വേറെ എന്ത് കാര്യമുള്ളൂ. ഞാൻ കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സും ഞാൻ കട്ടിലേക്ക് വലിച്ചിട്ടും. പൊതുവേ ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ടോട്ടലി നല്ല ടയേർഡാണ്. ഒരു പനിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇല്ലാത്ത ടൈമിൽ വന്നതായിരുന്നു. ഫോസ്റ്റലയുടെ ഒരു മോയ്സ്ചറൈസേഷൻ ക്രീമും ഗ്രീൻ ടീയുടെ ഒരു ഫേസ് മാസ്കും അതുപോലെ തന്നെ പപ്പായയുടെ ഒരു ഫേസ് മാസ്കും പിന്നെ ഡംഡോക്കിൻ്റെ സെറമും പിന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയാണ് ആ ഒരു ഫോസ്റ്റലയുടെ സൺസ്ക്രീമും പിന്നെ ആ ഒരു എൻവൈബറെ നൈറ്റ് പോളിഷും. പിന്നെ ഇതൊന്നും കൂടാതെ ഞാൻ മാക്സിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ 1 get 1 കിട്ടിയായിരുന്നു എനിക്ക് ആ ഒരു 2 ഡ്രസ്സും. അങ്ങനെ ചെറിയൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പാൻ തിയേറ്ററിലാണ് ആലപ്പുഴയിൽ. ഞാനും അതിലൊരു മൂവി ലവറാണ്. നമ്മൾ ഇറങ്ങുന്ന എല്ലാ മൂവിയും ഒരുവിധമൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു 1 month ഞാനും അതിൽ മൂവിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് കാണാൻ പോകുന്നത് തലൈവി ആൻഡ് തലൈവൻ, തലൈവി, ഇതാണ് മൂവിയുടെ ശരിക്കുള്ള പേര്. വിജയ് സേതുപതിയുടെയും നിത്യ മേനോൻ്റെയും നല്ലൊരു കോംബോ ആണ്. നിങ്ങളെല്ലാവരും പോയിട്ട് കാണണം. അടിപൊളി മൂവിയാണ്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ നടക്കുന്ന അടിയും വഴക്കും പിന്നെ അവരെ പിണക്കങ്ങളും ഇണക്കങ്ങളും പിന്നെ അവരെ സ്നേഹം, ഇതൊക്കെയാണ് ഈ മൂവിയിൽ ഉടനീളം കാണിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഫാമിലിനെയും കൂട്ടിയിട്ട് പോയിട്ട് കാണുക. മൂവി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. വലിയ പരിക്കൊന്നുമില്ല, ചെറിയൊരു പരിക്ക് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് തുടർന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.